പ്രാർത്ഥനയെ ജീവിതവ്രതമാക്കിയ താപസശ്രേഷ്ഠൻ, ആരാധനയിലൂടെ സൗഖ്യം കണ്ടെത്തിയ വിനയസ്വരൂപൻ, വന്യ കെ വി ജോസഫ് റമ്പാൻ ഓർമ്മയാകുമ്പോൾ സഭയെ ജീവനു തുല്യം സ്നേഹിച്ച ആചാര്യനെയാണ് മലങ്കര സഭയ്ക്ക് നഷ്ടമാകുന്നത്. കോട്ടയം കളപ്പുരയ്ക്കൽ ജോസഫ് വർഗീസിന്റെയും അന്നാമ്മയുടെയും മകനായി 1935 ഏപ്രിൽ 7 ജനിച്ചു. 1951 വിശുദ്ധ മൂറോൻ കൂദാശയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ച പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ മുഖത്തെ ദൈവീക വെളിച്ചം ദർശിച്ച ബാലൻ പരിശുദ്ധ ബാവായുടെ കൈമുത്തി ശിഷ്യനായി. 1957 സെമിനാരി പഠനം പൂർത്തിയാക്കി. എനിക്ക് പ്രായമായി, നീ എന്റെ കൂടെ നിൽക്ക്. 1962 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ കൽപ്പന ശിരസാ വഹിച്ച് 1964 വരെ ശിഷ്യനായി ഒപ്പം നിന്നു. പരിശുദ്ധ ഔഗേൻ ബാവായാണ് ജോസഫിനെ പഴയ സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജരാക്കാൻ നിർദ്ദേശിച്ചത്. വൈദിക സെമിനാരി പഠനം കഴിഞ്ഞിട്ടും പട്ടമേൽക്കാതെ നിൽക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഈ സംഭവം. 1966 പരിശുദ്ധ ഔഗേൻ ബാവായുടെ സെക്രട്ടറി ഉപരിപഠനത്തിനായി പോകുന്ന വേളയിൽ എനിക്ക് ഒരു ഷെമ്മാശനെ വേണമെന്ന് ബാവ കൽപ്പിച്ചു. ദൈവനിയോഗം പോലെ വൈദിക വിദ്യാർത്ഥിയായ ജോസഫിന് ബാവായുടെ സെക്രട്ടറിയാകാൻ നറുക്കു വീണു. സുറിയാനിയിലുള്ള പാണ്ഡിത്യമാണ് അന്ന് ആ പദവിക്ക് അർഹനാക്കിയത്. തുടർന്ന് വിശുദ്ധ മൂറോൻ കൂദാശയ്ക്ക് മുന്നോടിയായി ഡിസംബർ 17 ഷെമ്മാശപ്പട്ടമേറ്റു. പരിശുദ്ധ വട്ടക്കുന്നേൽ ബാവായുടെ കാലത്ത് ദേവലോകം അരമന മാനേജറുടെ ചുമതല നിർവഹിച്ചു. 1953 സെമിനാരിയിൽ ചേരുന്നതിനായി പരിശുദ്ധ പാമ്പാടി തിരുമേനി കത്തു നൽകിയപ്പോൾ ജോസഫ് എന്ന യുവാവിനോട് ഇപ്രകാരം പറഞ്ഞു: ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മകനായി വളരാൻ ദൈവം സഹായിക്കട്ടെ. പാമ്പാടി തിരുമേനിയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച ജോസഫ് റമ്പാൻ തന്റെ വിശ്രമ ജീവിതത്തിനായി തിരഞ്ഞെടുത്തതും പാമ്പാടി മാർ കുറിയാക്കോസ് ആശ്രമമായിരുന്നു. മലങ്കര സഭയിൽ ഇതുവരെ നടന്ന വിശുദ്ധ മൂറോൻ കൂദാശകളിൽ ഒന്നൊഴികെ മറ്റെല്ലാ ശുശ്രൂഷകളിലും സംബന്ധിക്കുവാൻ ഭാഗ്യം ലഭിച്ച അപൂർവം വൈദികരിൽ ഒരാളാണ് വന്യ ജോസഫ് റമ്പാൻ. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ പൂർത്തീകരിച്ച ശേഷമാണ് മലങ്കരയുടെ സൗമ്യമുഖം യാത്രയാകുന്നത്. കാതോലിക്ക ന്യൂസ്, ദേവലോകം.